കൊല്ലം മൈലക്കാട് നടന്ന അപകടത്തിന് പിന്നാലെ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തുകയാണ് നാട്ടുകാർ. മുൻപ് പല പരാതികളും അറിയിച്ചിട്ടും അധികൃതരൊന്നും അത് പൂർണ്ണമായും പരിഗണിച്ചതേയില്ല. അപകടം നടന്നപ്പോൾ പറഞ്ഞ ഓരോ പരാതിയും ശരിയാണെന്ന് തെളിഞ്ഞില്ലേ എന്ന് നാട്ടുകാർ ചോദിക്കുകയാണ്. എന്തൊക്കെയാണ് നാട്ടുകാർ അന്ന് പറഞ്ഞത്? മൈലക്കാട് നിന്ന് അർജുൻ കല്യാടിന്റെ റിപ്പോർട്ട്. ഒരിടത്ത് ഒരു വലിയ നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ സ്വാഭാവികമായും അവിടുത്തെ മണ്ണിനെ പറ്റി, പ്രകൃതിയെ പറ്റിയൊക്കെ പ്രാഥമികമായ ഒരു വിവരം നൽകാൻ വേണ്ടി കഴിയുന്നത് അവിടുത്തെ നാട്ടുകാർക്കായിരിക്കും. കൊല്ലം മൈലക്കാട് ദേശീയപാത ഇടിഞ്ഞു തകർന്നപ്പോൾ നാട്ടുകാർ ഉയർത്തിയ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അവർ മുന്നേ തന്നെ പറഞ്ഞ പരാതികൾ അവഗണിച്ചതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ സംഭവിച്ച ഈ അപകടമെന്നാണ് അവർ എല്ലാവരും ഒരുപോലെ പറയുന്നത്. കൊട്ടിയം മുതൽ മൈലക്കാട് വരെയുള്ള റോഡ് മുൻപ് ഒരു ചരിഞ്ഞ വി ആകൃതിയിലായിരുന്നു. ചെറിയ ഒരു ഇറക്കമിറങ്ങി ഇപ്പോൾ അപകടം നടന്ന ചതുപ്പ് കടന്ന് പിന്നീട് വീണ്ടും കയറ്റം കയറി വേണം പോവാൻ. ചതുപ്പായ ഇതുപോലൊരു പ്രദേശത്ത് കോൺക്രീറ്റ് പില്ലറുകൾ ഉണ്ടാക്കി അതിനകത്ത് മണ്ണ് നിറച്ച് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിനെ ആദ്യഘട്ടം മുതൽ തന്നെ നാട്ടുകാർ എതിർത്തിരുന്നു. അവർ പ്രധാനമായും ആവശ്യപ്പെട്ടത് ഇവിടെ ഒരു പാലം വേണമെന്നാണ്. ഇത്തരത്തിലുള്ള വാൾ നിർമ്മാണം ഇവിടെ ശാശ്വത പരിഹാരമല്ല. ഇത് മാറ്റി സ്പാനിൽ ഉള്ള റോഡ് നിർമ്മിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. സർവീസ് റോഡ് ഇടിഞ്ഞ് താണ് അഗാധമായ ഗർത്തമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഒന്ന് തൊടുമ്പോൾ തന്നെ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന എക്കൽ മണ്ണാണ് എംബാങ്ക്മെന്റ് നടത്തി ഇതിനകത്ത് നിറച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ അപകടം സംഭവിച്ചതെന്നും നാട്ടുകാർ പരാതി പറയുന്നു. ശാസ്താംകോട്ട കായലിൽ നിന്ന് സർക്കാർ ഓർഡർ പ്രകാരം കൊണ്ടുവന്നിട്ട ചെളിയും മണ്ണും കൂടെ ചേർന്നതാണ്. ചെളിയുടെ പുറത്തൂടെ ഈ മണ്ണും കൂടെ കൊണ്ടുവന്നിട്ട താരുവല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. പാത കടന്നു പോകുന്നതിൻ്റെ വലതുവശത്തും ഇടതുവശത്തും പ്രാദേശികമായി ഏല എന്ന് പറയുന്ന ചതുപ്പ് പ്രദേശമാണ്. ഇതിന് നടുവിലൂടെ ഇതുപോലൊരു തോടുകൂടി കടന്നു പോകുന്നുണ്ട്. വെള്ളം സുഗമമായി ഒഴുകുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യവും ഇവിടെ മുൻപുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ബ്ലോക്കായതാണ് ഇങ്ങനെ ഒരു അപകടത്തിന് വഴിവെച്ചതെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. അതോടൊപ്പം മണ്ണിനെ പറ്റിയിട്ടുള്ള ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നും നാട്ടുകാർ സംശയിക്കുന്നു. മണ്ണിൻ്റെ സാമ്പിൾ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഉദ്യോഗസ്ഥരോട്, ജിയോളജിസ്റ്റിനോടും അതുപോലെ തന്നെ PWD NHന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോടെല്ലാം അതിൻ്റെ സാമ്പിൾ കളക്ട് ചെയ്തിട്ട് പരിശോധനയ്ക്ക് അയക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മണ്ണിന് ബലമില്ലാത്ത സ്ഥലത്ത് സാധാരണ നിലയിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ അതിൻ്റെ ബേസ്മെൻറ്റ് കോൺക്രീറ്റ് ഉപയോഗിച്ച് ബലപ്പെടുത്താറുണ്ട്. ഇവിടെ ഇത്രയും മണ്ണ് മാറ്റിക്കഴിഞ്ഞിട്ടും കോൺക്രീറ്റ് എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഡ്രഡ്ജിംഗ് ഉപയോഗിച്ച് കോൺക്രീറ്റിൻ്റെ തൂണുകൾ നിർമ്മിച്ചിട്ടുണ്ടോ എന്നതിലും ഒരു വ്യക്തതയില്ല. വ്യക്തത വരുത്തേണ്ടത് ഉദ്യോഗസ്ഥർ തന്നെയാണ്. നിർമ്മാണത്തിലൊക്കെ ഉള്ള വൈരുദ്ധ്യം കണ്ടാൽ തന്നെ നമുക്കറിയാം, അതിലൊന്നും ഒരു ഏകോപനവും ഇല്ല. ഏതാ മണ്ണെന്ന് കൂടി നോക്കുന്നില്ല. അപകടം നടന്ന മണിക്കൂറുകൾ തികയും മുൻപ് തന്നെ മണ്ണ് നീക്കം ആരംഭിച്ചിരുന്നു. സ്വാഭാവികമായും എന്തിനാണ് ഇത്രയും തിടുക്കമെന്ന് നാട്ടുകാർ ചോദ്യമുന്നയിച്ചു. ആ സമയത്ത് ബന്ധപ്പെട്ട അധികാരികളോ ഉദ്യോഗസ്ഥരോ ആരും സ്ഥലത്തെത്തിയിരുന്നില്ല. അകത്തുള്ള അഴിമതി പുറത്തറിയാതിരിക്കാനായിരുന്നോ ഇത്രയും തിടുക്കമെന്നാണ് നാട്ടുകാരുടെ സംശയം. അതുകൊണ്ട് തന്നെ അപകടം നടന്ന സ്ഥലത്ത് മാത്രം പരിശോധനയും അന്വേഷണവും പോരാ, മറ്റിടങ്ങളിലും ദേശീയപാത നിർമ്മാണം നടന്ന സ്ഥലത്തുമൊക്കെ പരിശോധനയും അന്വേഷണമൊക്കെ വേണമെന്നും നാട്ടുകാർ ആവശ്യമുയർത്തുന്നു. ഇതിൻ്റെ സാങ്കേതികമായ പരിശോധന നടത്തേണ്ടത് അവരാണ്. പക്ഷേ ചിലയിടത്ത് ഇവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയിരിക്കുന്നു എന്നതാണ് നമ്മുടെ അനുഭവം. ആ അനുഭവം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇത് NHAI ആണ് പൂർണ്ണമായും ചെയ്യുന്നത്. NHAIയുടെ ഉത്തരവാദിത്തമാണ്. സംസ്ഥാന സർക്കാർ ഇവിടെ ലാൻഡ് എടുത്ത് കൊടുക്കുന്നു എന്നല്ലാതെ ഒരു ബന്ധവും ഇതുമായിട്ടില്ല. നിർമ്മാണത്തിൻ്റെ തുടക്കം മുതൽ തന്നെ നാട്ടുകാർ ഉന്നയിച്ച പരാതികൾ, സംശയങ്ങൾ, ആരോപണങ്ങൾ അതിനൊക്കെ അടിസ്ഥാനമുണ്ടെന്നാണ് ഇവിടെ ഈ കാണുന്ന കാഴ്ചകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൂടാ. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.